പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു ഗുണമോ ദോഷമോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കടുത്ത നിലപാടെടുക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയയും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ കുറേ കാലം മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ ഇത് സംബന്ധിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിലെ ലേഖകൻ പറഞ്ഞത് പ്രസിഡന്റ് കടുത്ത നിലപാടൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു നിലപാടിലും അദ്ദേഹം പിന്നീട് മാറ്റം വരുത്തുന്നു എന്നായിരുന്നു ആ ലേഖനം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിലും അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കടുത്ത നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താനും നരേന്ദ്രമോദി ഉറ്റ സുഹൃത്താണെന്ന് പറയാനും ഒക്കെ പ്രസിഡന്റ് തയ്യാറായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പിണക്കി വിടുന്നത് അത്ര നന്നല്ല എന്ന് ഭരണകൂടത്തിലൊരു വീണ്ടും വിചാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം തന്നെ താരിഫൊന്നും കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള മറ്റ് കാര്യങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലും കുറവുകൾ വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും ട്രംപിന് ഒരു ഇന്ത്യാ വിരോധമുണ്ടെന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള ഒരു ബന്ധവും കഴിഞ്ഞ ഭരണകൂടത്തിൽ നമുക്കറിയാം. ഹൗഡി മോഡി ആ പരിപാടിയിൽ പ്രസിഡന്റ് ട്രംപ് തന്നെ പോയി പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പരിപാടിയിൽ, ഒരു അന്യരാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടി പരിപാടിയിൽ പോയി പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം, ആ ഒരു സൗഹൃദം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ചൂണ്ടുപലക തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രസിഡന്റ് ട്രംപിനെ വലയം ചെയ്തിരിക്കുന്നവർ മുഴുവൻ നല്ലൊരു പങ്ക് ഇന്ത്യാവിരുദ്ധരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നതിലും വ്യാപാരം ഒക്കെ ഉണ്ടാക്കുന്നതിലും ഒന്നും വിരോധമില്ല എന്ന് പറഞ്ഞ് ചില റൈറ്റ് വിങ് ആളുകൾ അവരുടെ പ്രസ്താവന കണ്ടു. അവർക്കാകപ്പാട് വേണ്ടത് ഇനി ഇന്ത്യക്കാർ വരരുത്, ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കരുത്, ഇന്ത്യൻ കുട്ടികൾ അധികമായിട്ട് ഇവിടെ വരരുത്. കൂടുതൽ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മുഖങ്ങൾ അധികം കാണേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഭരണകൂടത്തിലെ ഉന്നതരിൽ പലർക്കും, ഈ റൈറ്റ് വിങ്ങിലുള്ള ആളുകൾക്ക് പലർക്കുമുള്ളത്. ഇന്ത്യക്കാർ കൂടുതൽ വരുന്നത് ഈ അമേരിക്കൻ സംസ്കാരത്തെ തകർക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ട്രംപിന് അങ്ങനെ ഒരു ഇന്ത്യാവിരോധമുള്ളതായിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വിരോധമുള്ളതായിട്ടോ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രസ്താവനയൊക്കെ കടുത്ത പ്രസ്താവനകളൊക്കെ വരും. കുറച്ച് കഴിയുമ്പോൾ അത് മയപ്പെടുത്തും. പക്ഷേ കൂടെ നിൽക്കുന്നവർ ഈ രീതിയിലാണ് ചിന്തിക്കുന്നതും. അതേസമയം തന്നെ ഇന്ത്യൻ നിലപാടുകളിൽ ഒരു മാറ്റം ആവശ്യമില്ലേ? ട്രംപ് ഇടയ്ക്ക് പറയുകയുണ്ടായി, ഇന്ത്യക്കും ചൈനയ്ക്കും 100% താരിഫ് ചുമത്തണം. കാരണം ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങിക്കൊണ്ട്, ഇന്ത്യയും ചൈനയും ബ്രസീൽ എണ്ണ വിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവർ വാങ്ങുന്നത് കൊണ്ടാണ് ആ കാശ് കൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ചൈനയും ഇന്ത്യയും എണ്ണ വാങ്ങിയില്ലെങ്കിൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിക്കും. യുക്രൈൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് ആർക്കൊക്കെയാണ് നഷ്ടം? പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, ബ്രിട്ടനും ജർമ്മനിക്കും ഫ്രാൻസിനും, അമേരിക്കയും. അപ്പം നമ്മുടെയൊക്കെ കാശ് കൊടുത്താണ് ഇത് ഈ യുദ്ധം നടത്തുന്നത്. എന്നാണ് ഉക്രൈൻ യുദ്ധം നടത്തുന്നതെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് റഷ്യ യുദ്ധം നടത്തുന്നതാകട്ടെ ചൈനയും റഷ്യയും, ചൈനയും ഇന്ത്യയും കൊടുക്കുന്ന കാശ് കൊണ്ടും. അപ്പോൾ അതിനൊരു പൊരുത്തക്കേടുണ്ട്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഒരു ചെറിയ ലാഭമാണ് ഈ വില കുറഞ്ഞ എണ്ണ വാങ്ങിയിട്ട് നമ്മളതിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം കണ്ടു. ഈ 2 വർഷം കൊണ്ടോ മറ്റോ 17 ബില്യനാണ് ഇന്ത്യക്ക് കിട്ടിയത്, ഇത്രയും വില കുറഞ്ഞ എണ്ണം മേടിച്ചതുകൊണ്ട്. അതിനേക്കാൾ എത്രയോ വലിയ നഷ്ടമാണ് ഇവിടെ താരിഫ് കൂട്ടിയപ്പോഴത്തേക്ക് വന്നത്. ഇപ്പോൾ കിറ്റക്സിൻ്റെ ഒക്കെ സാധനങ്ങൾ അവിടെ കേരളത്തിൽ വിറ്റഴിക്കുന്നു. കേരളത്തിൽ വിറ്റഴിച്ചാൽ ഡോളർ കിട്ടുമോ? രൂപയല്ലേ കിട്ടുള്ളൂ. എത്ര നാൾ വിറ്റഴിക്കാൻ പറ്റും? കേരളത്തിലുമല്ല ഇന്ത്യയിലും വിറ്റഴിച്ചാൽ എത്ര നാൾ വിറ്റഴിക്കാൻ കഴിയും? ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇതേ വിലയ്ക്ക് അവിടെ വിൽക്കാനാവുമോ? അപ്പോൾ ഇന്ത്യക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. അമേരിക്ക പോലുള്ളൊരു വലിയ വിപണി ഇന്ത്യക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടെങ്കിൽ ഇന്ത്യയുടെ വ്യവസായങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ സർവീസ് സെക്ടർ, നമ്മുടെ ഈ ഇൻഫോസിസും TCSും അവരൊക്കെയാണ് ഇവിടെ വന്ന് ഈ H1 വിസയിലൊക്കെ ആളുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതും വലിയ തോതിലുള്ള പണം, ഈ സർവീസിനുള്ള പണം സ്വീകരിക്കുന്നതും. അപ്പോൾ അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യ അത് വലിയ തോതിൽ ബാധിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അമേരിക്കയെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിൽ H1 വിസയിലോ അല്ലെങ്കിൽ ഈ കരാറുകാരോ ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് വരാനുണ്ട്. ഇപ്പം നേഴ്സുമാരുടെ കാര്യം എടുക്കുക. ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിൽ അവർക്ക് ഫിലിപ്പീൻസിൽ നിന്ന് വരും, അല്ല വേറെ ഏതൊരു രാജ്യത്തു നിന്നും വരും. അപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷൂവിൻ്റെ കാര്യം, ഇന്ത്യയിൽ നിന്ന് വന്നില്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് വരും. അപ്പോൾ ഇവിടെ ഒന്നിനും ഒരു ക്ഷാമമോ അല്ലെ ഒരു പ്രശ്നമോ ഉണ്ടാവാനൊന്നും പോകുന്നില്ല വലിയ തോതിലൊന്നും. ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാശ് കൊടുത്ത് വേറൊരു രാജ്യം യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് അതും അത്ര അഭിമാനകരമായ ഒരു കാര്യമല്ലല്ലോ. ഇന്ത്യയെ ഉപയോഗിച്ച്
റഷ്യ ഇന്ത്യയെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് നമ്മൾ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും അതിനും ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട്, അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നൊരു ഇത്തിരി എണ്ണ വാങ്ങി എന്നുള്ളതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കരുതേണ്ടതില്ല. അത് നമ്മുടെ പിന്നെ നമ്മുടെ പരമാധികാരത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്. മറ്റു മനുഷ്യരുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ വേണം. അപ്പോൾ അവരെല്ലാം വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇതിലുള്ള ചെറിയ ലാഭത്തിന് പോകുമ്പം വലിയ നഷ്ടം വരുന്നു. അപ്പോൾ അതൊഴിവാക്കാനാണ് ഇന്ത്യയും ശ്രദ്ധിക്കേണ്ടത്. അപ്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടത് അമേരിക്ക മാത്രമല്ല, ട്രംപ് മാത്രമല്ല, അവിടെ മോഡിയും ആ വിട്ടുവീഴ്ച, ഇന്ത്യയും ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ് വേണ്ടത്. ആ ഒരു യുദ്ധത്തിന് നമ്മൾ കടവുകൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാശ് മേടിച്ചിട്ട് നമ്മുടെ കാശ് കൊണ്ട് റഷ്യ പോയി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയായ ഒരു കാര്യമല്ലല്ലോ. അതിനെയും നമുക്ക് അനുകൂലിക്കാനാവില്ല. അപ്പോൾ എങ്ങനെയായാലും ഈ മഞ്ഞുരുകലും ഈ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ഒക്കെ ആവശ്യമാണ്. കാരണം ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നവരാണ് അമേരിക്കയിലെ ഇന്ത്യക്കാർ. ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം വിഷമത്തിലായി പോകുന്നത് നമ്മളാണ്. ഇവിടുത്തെ ആളുകൾ, ഈ റേസിസ്റ്റുകളും മറ്റും ഇന്ത്യക്കാർക്കെതിരെ വിരൽ ചൂണ്ടാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്കാർ ഉയർന്നു പോകുന്നതും രക്ഷപ്പെടുന്നതും ഒന്നും അവർക്ക് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, സഹിക്കാനാവുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം കൂടെ വന്നു ചാടിയത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയുന്നുവെങ്കിൽ വലിയൊരു കാര്യം തന്നെ. എന്തായാലും മഞ്ഞുരുകട്ടെ, നമ്മുടെ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടട്ടെ. അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്കത് പ്രയോജനകരമാവട്ടെ.